പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൊട്ടടുത്ത് നിന്നിട്ട് പോലും നീ എന്തുകൊണ്ടാണ് കൈ തൊടാഞ്ഞതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ഒരു സിനിമാ ഗാനമായിരുന്നു. തൊട്ടടുത്ത് നീ നിന്നുവെങ്കിലും കൈ തൊടാഞ്ഞതെന്തേ? ഒപ്പം നിൽക്കുന്നവരെ പോലും മനസ്സിലാക്കാൻ പറ്റാതെയും അവരുടെ തളർച്ചകളിൽ അവരെ ഒന്ന് താങ്ങിപ്പിടിക്കാതെയും ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ വായന തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അതിനാൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എവിടെ വെച്ചാണ്, എപ്പോൾ മുതലാണ് നമുക്ക് ഈ സ്നേഹമൊന്ന് കൈമോശം വന്ന് തുടങ്ങിയതെന്നുള്ളതാണ് പ്രശ്നം. എത്രയോ പേരാണ് കൺമുന്നിലൂടെ കടന്നു പോയിട്ടും അവരുടെ കരച്ചിൽ മാറാതെ നമ്മളെ പാസ് ചെയ്തു പോയിട്ടുള്ളത്. പ്രയാസപ്പെടുത്തേണ്ട കാര്യമാണ്. അങ്ങനെയൊരു നിയോഗം നമുക്കുണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അവരെ കരച്ചിലോടുകൂടെ തന്നെ, കണ്ണീരോടുകൂടെ തന്നെ പറഞ്ഞു വിട്ടതെന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ എന്തിനാണ് എൻ്റെ മകനെ മഴയത്ത് നിർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അച്ഛൻ്റെ വലിയ നിലവിളിയൊക്കെ കേരള സമൂഹം കുറച്ചധികം നാൾ മുമ്പ് കേട്ടതാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ മകനെ കുടയില്ലാതെ മഴയത്ത് നിർത്തിയത്? ഈ അടുത്ത കാലത്താണ് ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ട വിചാരണ നടത്തി മനുഷ്യർ ചവിട്ടിക്കൊന്ന കാഴ്ച നമ്മൾ കണ്ടത്. വാരിയല് വരെ ഒടിഞ്ഞ് ഉള്ളിൽ കയറി ആ മനുഷ്യൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയതായിരുന്നു. മക്കൾ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ വേറെ ഏതോ ദേശക്കാരനാണെന്ന് പറഞ്ഞിട്ട് മനുഷ്യർക്ക് എങ്ങനെയാണ് ഇത്ര ക്രൂരന്മാരാവാൻ പറ്റണേ? പരസ്പരം സ്നേഹിക്കാൻ പറയുന്ന, ചേർത്ത് പിടിക്കാൻ പറയുന്ന, അവരെ സഹായിക്കാൻ പറയുന്ന ഈ സ്നേഹ സന്ദേശങ്ങളൊക്കെ എവിടെയാണ് ഇല്ലാതായിപ്പോയത്? അതിനെക്കുറിച്ചുള്ള ചിന്ത പോലും ഇങ്ങനെ മാഞ്ഞു തുടങ്ങിയത് എന്ന് മുതലാണ്. സങ്കടപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്, ഭാരപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്. കാരണം വചനം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തൊട്ടു മുൻപിൽ നിൽക്കുന്ന ഒരാളുടെ സങ്കടങ്ങൾ കണ്ട് അവരോട് അലിവ് തോന്നി ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് അപ്പം വർഷിച്ചു കൊടുക്കുന്ന കർത്താവിനെയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റുന്ന കർത്താവിൻ്റെ അത്ഭുതത്തിൽ ഇങ്ങനെ അപ്പം വർദ്ധിച്ചതായിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരെ മറിച്ച് അവന് അവരോട് അനുകമ്പ തോന്നി എന്നുള്ളൊരു വചനമായിരുന്നു. അവരോട് അനുകമ്പ തോന്നി. എൻ്റെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും ജീവിതത്തോട് പടപൊരുതിക്കൊണ്ടിരിക്കുന്നവരാണെന്ന് ഇനി എന്നാണ് നമുക്കൊന്ന് തോന്നി തുടങ്ങുക? അങ്ങനെ പ്രയാസപ്പെട്ടും ഇങ്ങനെ യുദ്ധം ചെയ്തും ജീവിതത്തോട് പോരാടിയും നടക്കുന്ന മനുഷ്യരെ നമുക്ക് പിന്നീട് ദ്രോഹിക്കാൻ തോന്നില്ല. നമുക്കിപ്പം അങ്ങനെയൊന്നും തോന്നില്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവൻ ശത്രുവാണെന്ന്, എൻ്റെ എതിരാളിയാണെന്ന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ പോരാട്ടം മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് അവനും എന്നെപ്പോലെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവനും പ്രയാസങ്ങളുണ്ടെന്നും അവനും കുടുംബമുണ്ടെന്നും കുടുംബത്തിൽ മക്കളൊക്കെ അവനെ കാത്തിരിക്കുന്നുണ്ടെന്നും ഒക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കാനല്ലേ പറ്റുള്ളൂ. തോമസ് ലീഹയൊക്കെ കർത്താവിനെ കണ്ട് വിളിച്ചു പറയുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നൊക്കെയുള്ള നിലവിളിയുണ്ടല്ലോ, അത് ഈ മുറിവ് കാണുമ്പോഴാണ്. എനിക്ക് മുറിവ് കാണണമെന്നൊക്കെയാണ് പറഞ്ഞേച്ചാൽ അതിൻ്റെ മുറിവിൻ്റെ ഉള്ളിൽ വിരലിടണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാഡിസ്റ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് തോമസ് ലീഹ. പക്ഷേ മുറിവിലേക്ക് വിരലിടുന്നത് പോയിട്ട് ഈ മുറിവ് കാണുന്നതോടുകൂടെ ആളുടെ മൈൻഡ് മുഴുവൻ മാറുന്നുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തൊട്ടപ്പുറത്ത് നിൽക്കുന്നവൻ്റെ ഈ മുറിവുകൾ കണ്ടു തുടങ്ങിയാൽ പിന്നീട് എനിക്ക് അവനെക്കുറിച്ച് കുറ്റം പറയാനില്ല, അവനെ ദ്രോഹിക്കാൻ ഞാനില്ല, അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഞാനില്ല. ഇങ്ങനെ അവനെ ചേർത്ത് പിടിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആകാശത്തിലേക്ക് നോക്കി അവന് വേണ്ടി നിലവിളിയോടുകൂടെയുള്ള ഒരു പ്രാർത്ഥന മാത്രം. തൻ്റെ കൺമുൻപിൽ നിൽക്കുന്ന മനുഷ്യരെ കണ്ട് അവരോട് അനുകമ്പ തോന്നി. ഒരമ്മയ്ക്ക് മക്കളോട് തോന്നുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പലതവണ നമ്മളത് ധ്യാനിച്ചിട്ടുള്ളതാണ്. ഒരമ്മയ്ക്ക് മക്കളോട് തോന്നുന്ന, തൻ്റെ കുഞ്ഞിനോട് തോന്നുന്ന ഒരു കുടലിളക്കം എന്നൊക്കെ പറയാം അത് മലയാളത്തിൽ. അത്രയും വലിയ സ്നേഹം. സോളമൻ രാജാവിൻ്റെ മുന്നിൽ 2 അമ്മമാർ വരുന്നു. ഒരു കുഞ്ഞിൻ്റെ അവകാശവാദവും പറഞ്ഞിട്ടാണ്.
എൻ്റെ കുഞ്ഞാണെന്ന് രണ്ടുപേരും നിശ്ചയം പറയുന്നുണ്ട്. അവസാനം ജ്ഞാനിയായിട്ടുള്ള സോളമൻ വിധി പ്രഖ്യാപിക്കുന്നുണ്ട്, ആ കുഞ്ഞിനെ രണ്ടായിട്ട് ഭാഗിക്കുക, എന്നിട്ട് ഓരോ ഭാഗം ഓരോ അമ്മമാർക്ക് കൊടുക്കുക. എത്ര മണ്ടത്തരമാണെന്ന് നമ്മളിപ്പോൾ ചിന്തിക്കും. പക്ഷേ ജ്ഞാനിയാണ് സോളമൻ എന്നറിയണം. ഒന്നാമത്തെ അമ്മ പറയും, അങ്ങ് എത്രയോ മഹാനാണ്, നീതിമാനാണ്, അങ്ങയുടെ വിധി എത്രയോ സ്തുത്യർഹമാണ്, ആ കുഞ്ഞിൻ്റെ ഒരു ഭാഗം എനിക്ക് തന്നാൽ മതി. അപ്പുറത്തൊരമ്മയുണ്ട്, അവളെ സ്വന്തം കുഞ്ഞാണ്, അവളിങ്ങനെ ഉള്ളു പൊട്ടുന്ന വേദനയോടുകൂടെ കുഞ്ഞിനെ പിരിയാൻ പറ്റുന്നില്ല, പക്ഷേ അവൻ ജീവിച്ചിരുന്നാൽ മതി എന്നുള്ള സ്നേഹത്തോടെ, ഉള്ളു നിറഞ്ഞ വ്യഥയോടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്ന ഈ കുടലിളക്കം എന്ന് പറയുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ കുഞ്ഞിനോട് തോന്നിയിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേക്ക്, എനിക്ക് വേണ്ട, അവിടെ ജീവിച്ചിരുന്നാൽ മതി. ഈ സ്നേഹത്തെ ഈ സ്നേഹം കാണിക്കുന്നതിനുള്ള അതേ വാക്കാണ് ക്രിസ്തുവിന് ജനങ്ങളോട് അനുകമ്പ തോന്നിയെന്ന് പറയാനായിട്ട് സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയ്ക്കൊരു അനുകമ്പയും അത്രയ്ക്കൊരു സ്നേഹവും തൊട്ടു മുൻപിലിരിക്കുന്ന ഒരാളോട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത്ഭുതങ്ങൾ താനേ വരും, ഉറപ്പായിട്ടും. എൻ്റെ കൺമുന്നിൽ നിൽക്കുന്ന, എല്ലാ ദിവസവും എൻ്റെ കൂടെ ഇരുന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന, തൊട്ടപ്പുറത്ത് എന്നോടുകൂടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന, എൻ്റെ കൂടെ ഒരു സീറ്റിലിരുന്ന് പഠിക്കുന്ന ചിലരൊക്കെ കടന്നു പോകുന്ന പ്രയാസങ്ങൾ ഞാനൊന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഒരൊറ്റ ഞായറാഴ്ചത്തെ വിളിച്ചു പറയൽ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഒറ്റ കുർബാനയിലെ അറിയിപ്പ് കൊണ്ട് 1.5, 2, 3 ലക്ഷമൊക്കെ ചില മനുഷ്യർക്ക് വേണ്ടി, സർജറിക്ക് വേണ്ടി ഒരു ഇടവകയിൽ നിന്ന് നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റണത് എങ്ങനെയാണ്? അത്ഭുതമാണത്. അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ വേദന എന്താണെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യരുടെ നല്ല മനസ്സുകൊണ്ട് പിന്നീട് അത്ഭുതങ്ങളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അതങ്ങനെ നടക്കുന്നേ. കൂടെയുള്ളവരെ സ്നേഹിച്ചു തുടങ്ങാം. ആദ്യം പറഞ്ഞ ആ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് സ്നേഹിച്ചുകൊണ്ട് കൊടുക്കണം. നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും സാരമില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടും അവരുടെ കണ്ണീര് തുടക്കാനായിട്ട് ധൈര്യം കാണിച്ചുകൊണ്ടും വെറുതെ വിട്ടുകളയാതെ വഴിവക്കിലിട്ട് പോകാതെ അവരെ തോളത്തേറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ നിയോഗമുണ്ടെന്ന് മറന്നു പോവാതിരിക്കാനുമായിട്ട് ഇന്നത്തെ സുവിശേഷം അവൻ അവരോട് അനുകമ്പ തോന്നി. കർത്താവേ, അങ്ങയുടെ മനസ്സ് ഞങ്ങൾക്കും തരണമേ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കാം, അവിടുത്തെ സ്നേഹം ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വഴിയിലൂടെ കടന്നു പോകുമ്പോൾ കണ്ട ഒരു ഭിക്ഷക്കാരനെ ഓർത്ത് ആ കുഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് ഒരു കൂട്ടുകാരൻ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് വിളിച്ചു പറയുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. കർത്താവ്, എവിടെയാണ് ആ കുഞ്ഞിൻ്റെ മനസ്സും സ്നേഹവും എനിക്ക് നഷ്ടപ്പെട്ടു പോയതെന്നോർത്ത് സങ്കടപ്പെടാന്നല്ലാതെ എന്താ ചെയ്യാനുള്ളത്? ഒരു പ്രാർത്ഥന നടത്താം ഈ ഉറക്കത്തിലേക്ക് പോകും മുൻപ്. കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം തിരികെ തരണമേ എന്ന്. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.